ഗസയെ പറ്റി പറയുമ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഗസയുടെ തെരുവിൽ അവശേഷിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ഇസ്രായേൽ വിമാനത്തിൽ വന്നുകൊണ്ട് നോട്ടീസ് വിതരണം ചെയ്യുകയാണ്. ആ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് അടുത്ത 24 മണിക്കൂറിനകം നിങ്ങളുടെ വീട് വിട്ടിട്ട് പോകേണ്ടതാണ്. അവശേഷിക്കുന്ന ഏതാനും കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളിൽ കഴിയുന്ന പാവപ്പെട്ട മനുഷ്യരോട് അടുത്ത മണിക്കൂറുകൾക്കകം അവിടം വിട്ടു പോകണം, ഞങ്ങൾ ഈ കെട്ടിടങ്ങൾ തകർക്കാൻ വേണ്ടി പോവാണ് എന്ന മെസ്സേജാണ്. ആ ലെറ്റർ പെറുക്കിയെടുക്കുന്ന കുട്ടികളോട് നിങ്ങൾ ഈ കടലാസ് കഷ്ണങ്ങൾ എന്തിനാണ് പെറുക്കിയെടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇത് ഞങ്ങളുടെ വീട് വിട്ടു പോകാനുള്ള ഇസ്രായേലിന്റെ ആഹ്വാനമാണ്. നിങ്ങൾ ഈ നോട്ടീസൊക്കെ പെറുക്കിയിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിക്കുമ്പോ 10 വയസ്സിന് താഴെയുള്ള ആ മക്കള് നിർഭയരായിട്ട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഞങ്ങൾ ഇത് മുഴുവനും കീറിക്കളയാൻ വേണ്ടി പോവാണ്, ഇത് മുഴുവനും കീറിക്കളയാൻ വേണ്ടി പോവാണ്. ഇസ്രായേൽ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു, തലക്ക് മേതെ ബോംബ് വരാൻ ഏത് നിമിഷവും മരണം വന്നെത്തുമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഉറപ്പുള്ള ഒരു ജനത നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ മക്കളോട് ചോദിക്കുമ്പോ ഞങ്ങൾ ഈ നാട് വിട്ടിട്ട് ഈ മണ്ണ് വിട്ടിട്ട് എങ്ങോട്ടും പോകുന്നില്ല, മരിക്കുകയാണെങ്കിലോ നിങ്ങൾ അടുത്ത നിമിഷം കൊല്ലപ്പെടുകയാണെങ്കിലോ അവര് നൽകുന്ന മറുപടി ഞങ്ങൾ അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നതാണ്.